അവന്മാരൊക്കെ ആയിട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് അവന്മാരായിട്ടൊക്കെ ഒന്ന് നിന്നിട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ടെൻഷനൊക്കെ മാറി കിട്ടിയൊരു ഫീലായിരുന്നു. ഒരു എന്താ എന്താ പറയുന്നത്, മൈൻഡ് ഭയങ്കര കൂളായിട്ടുള്ളൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക്. പക്ഷെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് പിടിച്ച് മറ്റേ ശ്വാസമുട്ടലും ചുമയും പിടിച്ച് ചെറുതായിട്ട്. അതാണൊരു മഴ കാരണം അതായത് എല്ലാം കൂടി അങ്ങനെയായി. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഫാദർ വെൽക്കം ടു സ്ട്രീമോടാ. റാസി കുട്ടായ രാമകൃഷ്ണൻ ബ്രോ ഹായ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്, വെൽക്കം. അപ്പം ഇവൻ്റ് എങ്ങനെ ഉണ്ടാവും? ഇവൻ്റ് കുഴപ്പമില്ലായിരുന്നു ഗൈസ്, കുഴപ്പമില്ലായിരുന്നു. അപ്പം എന്തുവാ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ല അതിൻ്റെ ഒരു രീതി. മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ RPയുടെ കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും തരാം. നമ്മൾ കുറേ ആളായില്ല ഒരു ഗോൾ ഇട്ടിട്ട്. നമ്മൾ എന്തായാലും ഗോൾ ഇടേട് കുറേ നാളായിട്ട് നമ്മൾ ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്തായാലും ഒരു ഗോൾ ഇടേട്. ഓക്കെ, ഞാനിപ്പോഴും ഓർത്തത് 3 hours വേണ്ട നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ കാര്യത്തിലോട്ട് വരാം. എന്തായിരുന്നു പറയാൻ വന്നത്? കൊറോണ സ്റ്റാർട്ടായിട്ടുണ്ടെന്നുള്ളത് സംഭവം ഞാൻ അറിഞ്ഞത്. കൊറോണ ഭയങ്കരമായിട്ട് ഇപ്പം കൂടുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒന്ന് നോക്കി കണ്ട് പോകാം. അതേപോലെ മുട്ടം മഴയാണ്. ട്രാവലിംഗ് ഒക്കെ നിങ്ങൾ നോക്കി കണ്ട് പോകണം കേട്ടോ. ഞാൻ പോയിട്ട് വന്നതിൻ്റെ അനുഭവത്തിൽ പറയുന്നത് ഈ ഗ്യാപ്പിൽ ഭയങ്കര ഷോക്കാണ്. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. ലൈക്ക് ഒട്ടും സേഫ് അല്ല ട്രാവലിംഗ് ഒക്കെ. നിങ്ങൾ മാക്സിമം അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പോവുക. ഈ ട്രിപ്പുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഈ റോഡ് ട്രിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കുക. അതൊന്നും തൽക്കാലത്തേക്ക് ചെയ്യാതിരിക്കുക. റാസി താങ്ക് യു ഫോർ ദ ഫൈവ് ഐഡിയടാ. അപ്പം എല്ലാവരും ഒന്ന് ഒന്ന് കൂളാവുക. ആവശ്യമില്ലാത്ത ഇപ്പോൾ പ്രശ്നങ്ങളിൽ നമ്മളായിട്ട് തന്നെ വരുത്തിക്കാതിരിക്കുക. എല്ലാവരും ഒന്ന് കുറച്ച് ചില്ലായിട്ട് വീട്ടിലേക്ക് ഇരിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം മഴയത്തൊക്കെ പോവുക. എയർ അടിച്ച സരക്കുന്നു. അയ്യോ, അതൊരു കഥയായിരുന്നു കേട്ടോ, എയർ അടിക്കാൻ പോയ കഥ. ഫാസ്റ്റ് ബിസ് ഡേ താങ്ക് യു ഫോർ ദ 100 റുപ്പീസ്. സരക്കെ സുഖമല്ലേ, കൈനീട്ടാൻ ആട്ടെ എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച് ഫാസ്റ്റ് ബിസ് ഡേ, താങ്ക് യു ഫോർ ദ 100. അപ്പം ഇത് എല്ലാവരും നോക്കുക. ഓക്കെ, ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇനി പറയാനുള്ള കാര്യം എന്താണ് നമ്മുടെ എന്താണ് പറയാൻ വന്നത്? ഓക്കെ, RPയുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ പറയാം. ഞാൻ ഇവൻ്റ് ഫുൾ ടൈം ഉണ്ടായി. ഫാദേ താങ്ക്സ് ഫോർ കമ്മിങ് ടു ദ ഇവൻറ്റ്. താങ്ക് യു സോ മച്ച്. ഞാനിത് ഇനി എന്തായാലും കാര്യം പറയാം, എന്നിട്ട് സൂപ്പർ ചാറ്റ് കാര്യങ്ങളും എല്ലാം വായിക്കാം കേട്ടോ. ആശ്രയ താങ്ക് യു ഫോർ ദ 10 AD ആൻഡ് താങ്ക് യു സോ മച്ച് ആശ്രയ, താങ്ക് യു സോ മച്ച്. ഇന്ത്യയിൽ തന്നെ കൊറോണ, കേരളത്തിൽ അതാണ് കൂടുതൽ. അതെ. അപ്പോൾ ഞാൻ ഈ കാര്യത്തിലോട്ട് വരാം. RP അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്താണെങ്കിലും പറയാം. RP അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് സ്ട്രീമിങ് സ്ട്രീം നിന്നോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വന്നിട്ട് തിരിച്ച് ലൈക്ക് ഗ്യാങ് RP സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ TVയെ തിരിച്ച് കയറുന്നു എന്നുള്ളൊരു രീതിയിലാണത് കുറേ പേര് എടുത്തത്. കുറേ പേരൊക്കെ അല്ലാണ്ട് നോർമലി തന്നെ RP സ്ട്രീംസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായിട്ട് ആ രീതിയിലെടുത്തു. അപ്പം ഞാൻ അത് ക്ലിയർ ആക്കാനും കൂടി വേണ്ടിയാണ് ഇപ്പം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി മുമ്പോട്ടുള്ള കാര്യം നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും ഗ്യാങ്ങിലോട്ട് തിരിച്ചു കയറുന്നതോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ എന്തായാലും മൈൻഡിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഗൈസ്. തിരിച്ച് കം ബാക്ക് ടു TVA എന്നുള്ള രീതിയിലല്ല ഞാൻ സ്റ്റോറി ഇട്ടത്. ഞാൻ കുറേ ദിവസമായിട്ട് RP കയറിയിട്ടില്ല. അപ്പോൾ RP സ്ട്രീംസ് ഇങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ ഇട്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും ഒരു ഗ്യാങ് RPയോ കാര്യങ്ങളോ എന്തായാലും ഉടനെ തന്നെ ഇല്ല. എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഡിമൻസിറ്റി പോയിട്ട് ഞാൻ ഗ്യാങ്ങായിട്ട് കളിക്കുമെന്നായിരിക്കും. അങ്ങനെയും ഇല്ല. ഡിമൻസിറ്റിയിലും എന്തായാലും ഗ്യാങ്ങായിട്ട് കളിക്കുന്നില്ല ഞാൻ. എന്തുവാ ആ ഗ്യാങ് RP കളിക്കാനോ അങ്ങനെ ഒരു പ്ലാനും വെച്ചിട്ടല്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഇറങ്ങിയത്. ഗ്യാങ്ങിൽ ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത സിറ്റിയിൽ പോയി ഗ്യാങ് RP കളിക്കണം എന്നൊരു മൈൻഡിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കഴിഞ്ഞ ലൈവിൽ എന്നുവെച്ചാൽ ഈ ഒരു ഇഷ്യൂ അടക്കമുള്ള ലൈവിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മേ ബി ഇൻ ഫ്യൂച്ചർ ഒരു ഗ്യാങ് RP ചെയ്തേക്കാന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ ആ ഒരു സെൻസിലല്ല ഗ്യാങ് RP ചെയ്യുമെന്നൊരു ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞതല്ല. ഞാൻ അതൊരു ലാസ്റ്റ് ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഏറ്റവും അവസാനം അങ്ങനെ ഒരു ആവശ്യം വന്നാൽ മാത്രം ഒരു ഗ്യാങ് RPയിലോട്ട് പോകും എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഗ്യാങ് RP ഉടനെ ചെയ്യാൻ പോകണു എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. എന്തായാലും സിറ്റിസൺ RP ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. സിറ്റിസൺ RP ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്.
ഡിമെൻസിറ്റിയിലായിരിക്കും ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ എക്സലാൻഡിസിൽ കളിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും നമ്മളെ പിള്ളേർക്കൊക്കെ ഒരു സിറ്റുവേഷനോ മീൻസ് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള സിറ്റുവേഷനോ RP ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് കാണാനും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും RP ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. കണ്ണാപ്പിയോ ഒരു ബോബോയോ പിന്നെ ആരാണ് മന്ദാരോ ഇപ്പോൾ ആരാണ് ആരൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരാണെങ്കിലും ഞാൻ അവരോട് RP ചെയ്യാൻ വരും. എനിക്ക് അങ്ങനെ ഒരു സീനില്ല. ഞാൻ 2 സിറ്റിയിലും കളിക്കും. പക്ഷേ കൂടുതലും ഡിമെൻസിറ്റി കളിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന സിറ്റി കളിക്കും അങ്ങനെ ഇല്ല. മെയിനായിട്ട് മനസ്സിലായില്ലേ, അങ്ങനെ ഒരു ഇതില്ല. ഒരു സിറ്റിയിലെ കളിക്കും അങ്ങനെ സംഭവമില്ല. എല്ലാ രീതിയിലുള്ള RP മീൻസ് എല്ലാ സിറ്റിയിലും RP കളിക്കും എന്തായാലും. ഓക്കെ, അപ്പം അങ്ങനെ കുറേ പേര് അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ലൈക്ക് രണ്ടായിട്ടൊരു തോട്ട് കാണും. ലൈക്ക് ഞാൻ ഈ സിറ്റി മാത്രമേ കളിക്കൂ അല്ലെങ്കിൽ അവിടെയുള്ള അങ്ങനെയല്ല ഗൈസ്, രണ്ടിടത്തും RP കാണും. എനിക്ക് എല്ലാവരുമായിട്ട് RP കളിക്കാൻ ഒരു സീനുമില്ല. ഞാൻ എന്നോട് RP കളിക്കാൻ ഒക്കെ ആണെന്നുള്ളവരോടെ ഞാനും RP കളിക്കും. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനത്തെ ഒരു സീനില്ല. നിങ്ങൾ വേറൊരു രീതിയിലെടുക്കേണ്ട. നല്ല രീതിയിൽ ഇതാക്കുക. മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ എല്ലാ സ്ട്രീമുകളും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. ആൻഡ് കുറച്ച് പേര് കാണുമായിരിക്കും എന്താണ് RP ഒരു ഗ്യാങ് RP മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണുമായിരിക്കും. അവരുടെ അടുത്ത് എനിക്ക് തൽക്കാലം അവരടുത്ത് സോറി പറയാനേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് കറൻ്റ്ലി ഒരു ഗ്യാങ് RP കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇപ്പം ഇല്ല. എന്തായാലും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. TV ഇറങ്ങിയ ഉടനെ വേറെ ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡില്ല. അത് അങ്ങനെ ഒരു ഡിസിഷൻ എന്തെങ്കിലും എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു 100% പറഞ്ഞിട്ട് ഞാൻ നാളെ കള്ളം പറഞ്ഞു എന്ന് വരരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സൈഡിൽ എപ്പോഴും പറയുന്നത്. മനസ്സിലായില്ലേ? ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ അങ്ങനെ ഒരു വേറെ രീതിയിലൊരു ഗ്യാങ് എന്നുള്ള രീതിയിലോ അങ്ങനെ ഒരു ഇത് പോകത്തുള്ളൂ. അല്ലാതെ ഞാൻ എന്തിനും അങ്ങനെ ഒരു രീതി എന്നുവെച്ചാൽ ഗ്യാങ് തുടങ്ങാൻ എൻ്റെ പ്ലാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഒരു അങ്ങനെ സിറ്റുവേഷനിലോട്ട് വന്നാൽ മാത്രം മനസ്സിലായില്ലേ, അതും ഉറപ്പായിട്ടും വേറെ സിറ്റിയിലേ കളിക്കത്തുള്ളൂ. അല്ലാണ്ട് TVയെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്യാങ് ഒരിക്കലും ഞാൻ അങ്ങനത്തെ രീതിയിലായിരിക്കില്ല വരുന്നത്. അതെനിക്ക് ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം അങ്ങനെ ഇത്ര നാളങ്ങനെ ആയിരുന്നു നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റവും കാണത്തില്ല. റെസ്ബ്രോ അണ്ണ മീറ്റപ്പിന് വരാൻ ലീവ് ഹാഫ് ഡേ എടുത്ത് വന്നതാ. മഴയത്തൊക്കെ കാർ അടിച്ച് ഷോക്കായി പോലീസിലൊക്കെ പോയി മിസ് ചെയ്ത ചാൻസസ് ചെയ്യും. അത് റെസ്ബ്രോ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു മഴ ഈ സമയത്തെ. അത് ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നോട്ട് എന്തായാലും ഞാൻ RP ഇന്നോട്ട് എന്തായാലും കയറുകയാണ്. ആൻഡ് എന്തായാലും നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണ് ഡിമെൻസിറ്റിയിലാണേലും മറ്റേ എക്സലാൻഡിസിലാണേലും 2 സിറ്റിയിലും കളിക്കുന്നത് നമ്മളെ പിള്ളേരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സീനില്ല. കാറിൽ എയർ അടിച്ച സ്റ്റോറി പറയുന്നതാ. കാറിൽ എയർ അടിക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അത് അന്ന് എയർ അടിക്കുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് എയർ കുറഞ്ഞിരിക്കുകയാണ്. എയർ അടിക്കാനായിട്ട് കൊണ്ട് കയറിയിട്ട് ഇവന്മാരവിടെ മറ്റേ തർക്കം തുടങ്ങി. കാരണം ഞാൻ ഈ വണ്ടി ഇതുവരെ എയർ അടിക്കാൻ ഞാനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്ത് എയർ ആണോ നൈട്രജൻ ആണോ അറിയത്തില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല അടിക്കുന്നത്. അപ്പോൾ കൊണ്ട് കയറിയിട്ട് എനിക്കറിയാം ഞാൻ സ്വന്തത്തിൽ അടിച്ചോളാം. ഞാൻ പറഞ്ഞാൽ അവിടെ ഈ എയർ അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ തന്നെ എയർ അടിച്ച് തരുമെന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാതെ അവൻ തന്നെ അടിക്കണം എന്നുള്ള സ്വന്തത്തിൽ തന്നെ അടിക്കുക എന്നുള്ള മൈൻഡിലാണ് പോയി കയറിയത്. എന്നിട്ട് പിന്നെ എന്തിനാണ് പുഴുത്ത് അവിടെ നിന്നിട്ട് ചെയ്യാൻ അമ്മമാരൊരു കൊണ്ട് കയറിയിട്ട് സാധനം എടുത്തുകൊണ്ട് അടിക്കാൻ വന്നിട്ട് സാധനം വർക്കാവില്ല. സംഭവം എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജിയോയുടെ പമ്പിലാണ് കയറിയത്. ജിയോയുടെ പമ്പിൽ നിന്ന് അതെടുത്തുകൊണ്ട് വന്ന് അടിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കയറിയപ്പോഴത്തേക്ക് എന്തുവാ ഈ അതിൻ്റെ കറണ്ട് ഇല്ലാതെ കംപ്രസർ വർക്കിംഗ് അല്ല. ഇമാരിട്ട് സ്വിച്ച് ഞെക്കല് ഡിസ്പ്ലേയിലെ മാത്രം മറ്റേ വാല്യൂ ഒക്കെ മാറുന്നുണ്ട്. പക്ഷേ മറ്റേ ഇത് എയർ അടിക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അവസാനം അങ്ങനെ അവിടെ നിന്ന് പുഴുത്തിട്ട് നേരെ അടുത്ത സ്ഥലത്ത് പോയപ്പോൾ അവിടെ സാധനം വർക്കിംഗ് അല്ല. അത് കഴിഞ്ഞ് 3ാമത്തെ സ്ഥലത്ത് പോയിട്ടാണ് അവസാനം എയർ അടിക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതങ്ങനെ ഒരു ഇത് സത്യം പറയാല്ലേ, അത് അവസ്ഥയാണ്. ஆனால் 2K സബ് പോയല്ലോ. 2K സബ് പോയത് കുഴപ്പമില്ല ബ്രോ. എനിക്ക് 2K അല്ല ഇപ്പോൾ 5K ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഇപ്പോൾ പോകണൊരു പോട്ടെ ബ്രോ. എന്തിനാണ് അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നവർ കണ്ടിട്ട് ഇപ്പം എന്ത് കാര്യമാണ് ഇങ്ങനെ. ഇപ്പം നമ്മളൊരു സീൻ വരുമ്പോൾ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈഡ് എന്താണ് എന്തെങ്കിലും റീസൺ കാണും എന്ന് വിശ്വസിക്കാതെ അൺസബ് ചെയ്യുന്നവരുടെ അൺസബ് ചെയ്യട്ടെ ബ്രോ. അതിലെനിക്കിപ്പോൾ ഒരു സീനും ഇല്ല. ഇപ്പം നാളെ വാച്ചിങ് 100 200 ആയാലും
എനിക്ക് പ്രശ്നമില്ല, ഞാനത് ആ 100 വാച്ചിങ്ങിൽ 200 വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്യും, അത്രേ ഉള്ളൂ ബ്രോ. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ 100-200 വാച്ചിങ് വെച്ചാണ് സ്ട്രീം ചെയ്തിട്ടുള്ളത്. അപ്പം 100 പേരാണ് എനിക്ക് കാണാനുള്ളത്, അല്ലെങ്കിൽ 200 പേരാണ് കാണാനുള്ളത്, അത് എത്ര ആയാലും, പക്ഷേ അത് ഇത്ര കുറഞ്ഞാലും കൂടിയാലും ഞാൻ അവർക്ക് വേണ്ടി സ്ട്രീം ചെയ്യും. എനിക്കത് പ്രശ്നമില്ല, മനസ്സിലായില്ലേ? ഇതൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് മറ്റേ കാണുന്നവരൊക്കെയാണ് അങ്ങനെ കാണുന്നവർ അങ്ങനെ കണ്ടോട്ടെ, അത് പ്രശ്നമുള്ള കാര്യമല്ല കേസ്. എനിക്ക് താല്പര്യമില്ല. എനിക്കിപ്പം ഇവിടെ അങ്ങനെ ഒരു എന്തുവാ രീതിയിൽ പിടിച്ചു നിർത്തുക, ആൾക്കാരെ പിടിച്ചു നിർത്താൻ എനിക്കിനി ഒരു കള്ളം പറയുന്ന നിർത്താൻ എനിക്ക് താല്പര്യമില്ല, മനസ്സിലായി? എനിക്കിപ്പോൾ വേണമെങ്കിൽ പിടിച്ചു നിർത്താൻ ഞാൻ പറയാം കേസ്, ഞാൻ ടി വിയിലോട്ട് ഉടനെ വരും. നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി ഇപ്പോൾ അവസ്ഥയായിട്ടാണ്, ഞാൻ കുറച്ച് കളയുമ്പോൾ ടി വിയിലോട്ട് ഉടനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഓക്കെ, ടി വി ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ അവർ കുറേ പേര് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാതെ നിൽക്കുമായിരിക്കും. എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ട, മനസ്സിലല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു റീസൺ, എന്ത് ഡിസിഷൻ എടുത്താലും അതിലൊരു റീസൺ കാണും എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർ മതി, എനിക്കത് മതി, അതിൽ ഞാൻ ഓക്കെയാണ്. എനിക്കതില്ലാതെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ 3000-4000 വാച്ചിങ് ഒന്നും വെച്ച് സ്ട്രീം ചെയ്തവരല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു അപ്പ് ടൈം ഒരു ഡൗൺ ടൈം ഒക്കെ ലൈഫിൽ വരും, ഞാൻ അങ്ങനെ കണ്ടോളാം അത്, മനസ്സിലായില്ലേ? ഇപ്പം കാണാൻ ഇഷ്ടപ്പെട്ട കുറച്ച് പേര് കാണുമല്ലോ, എത്ര ആണെങ്കിലും ആ ഇഷ്ടപ്പെടുന്നവർ മതി, നോ പ്രോബ്ലം. ഇനി ആ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ എന്താണ് മറ്റേ ഒരു കുത്തിത്തിരിപ്പ് സാമാനം ഉണ്ടല്ലോ, അത് ഇറക്കണ്ട. എനിക്കങ്ങനെ ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞൊന്നും തോന്നാനും പോണില്ല. ഓക്കെ, ആരോ എന്തോ ഒരു സംഭവം ഇട്ടായിരുന്നു, ഞാൻ പറഞ്ഞത്. സാദിഖ് ബ്രോ വെൽക്കം ടു സ്ട്രീം. അനന്തു ബ്രോ ഹായ്, അനന്ത് ബ്രോ ഹായ്. ആരെങ്കിലും സൂപ്പർ ചാറ്റ് വിസിറ്റുണ്ടെങ്കിൽ സോറി, ആരും സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന തോന്നുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്. പോകുന്ന വഴി പൊക്കോണം.